തൃശൂർ ആനന്ദപുരത്ത് അനുജനെ കൊലപ്പെടുത്തിയ ജ്യേഷ്ഠൻ പിടിയിൽ. പ്രതി വിഷ്ണുവിനെ പിടികൂടിയത് പ്രദേശത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നാണ്. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് കാരണം. വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, എപ്പോഴാണ് ഈ ഒരു സംഭവം നടന്നത്, അല്ലെങ്കിൽ കൊലപാതകം നടന്നത്? മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കം കൊലപാതകം വരെ എത്തിച്ചേരുന്നത് എങ്ങനെയാണ്? അതുല്യ, ഇന്നലെ രാത്രിയായിരുന്നു ഈ സംഭവമൊക്കെ ഉണ്ടാകുന്നത്. ഇന്നലെ രാത്രി 8:30 ആയിരുന്നു. ഈ ജ്യേഷ്ഠനും അനുജനും ആനന്ദപുരം കള്ളുഷാപ്പിൽ ഇരുന്ന് മദ്യപിച്ചു. ഇതിനുശേഷം ആണ് തർക്കം ഉണ്ടായത്. വീട്ടിൽ നേരത്തെ തർക്കം നിലനിന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടായിരുന്നു ഈ മദ്യപാനത്തിന് ശേഷം വീണ്ടും തർക്കം ഉടലെടുത്തത്. ഈ തർക്കം ഉണ്ടായതോടെ ജ്യേഷ്ഠൻ വിഷ്ണു അനുജനെ കള്ളുകുപ്പിയും അതുപോലെ തന്നെ മരപ്പട്ടികയും ഒക്കെ എടുത്ത് ക്രൂരമായി തലയ്ക്ക് ആക്രമിക്കുകയായിരുന്നു, അടിക്കുകയായിരുന്നു. ഗുരുതരമായി തന്നെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അനുജന് പരിക്കേറ്റു. ഉടൻ ആംബുലൻസിൽ അനുജനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ രാത്രി 11 മണിയോടെ അനുജൻ മരണപ്പെടുകയായിരുന്നു. ഈ വിവരം അറിഞ്ഞ് പുതുക്കാട് പോലീസ് ഈ ആനന്ദപുരം ഷാപ്പിലേക്ക് മുന്നിലേക്ക് അധികം വൈകാതെ തന്നെ എത്തി. പക്ഷേ ആ സമയത്തിനുള്ളിൽ തന്നെ ജ്യേഷ്ഠൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു. വിഷ്ണു നേരത്തെ ലഹരി ഉപയോഗിച്ചിരുന്ന ആളുകൂടിയാന്നുള്ള തരത്തിലുള്ള ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഒരുപക്ഷെ ലഹരിയുടെ ഉപയോഗത്തിലും തുടർന്ന് കള്ള് കുടിച്ചതിലുള്ള ലഹരിയും എല്ലാം കൂടി ചേർന്ന് ഉണ്ടായ ഒരു 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 തർക്കത്തിനിടെ ഉണ്ടായ ഒരു പ്രകോപനമായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ കുപ്പി കൊണ്ടും അതുപോലെ പട്ടിക കൊണ്ടും ഒക്കെ സ്വന്തം സഹോദരനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നതിലേക്കൊക്കെ എത്തിയത് എന്ന് വേണം പറയാൻ. ഇതിനുശേഷം പോലീസ് ജ്യേഷ്ഠനായിട്ടുള്ള തെരച്ചിൽ ഇന്നലെ രാത്രി തന്നെ ഊർജിതമാക്കിയിരുന്നു. ഇന്ന് രാവിലെയാണ്, അല്പം മുമ്പാണ് ഈ അനുജനെ കൊലപ്പെടുത്തിയ കേസിൽ വിഷ്ണുവിനെ പുതുക്കാട് പോലീസ് പിടികൂടുന്നത്. ഈ സംഭവം നടന്ന ആ ഭാഗത്ത് തന്നെയുള്ള ഒരു ആളൊഴിഞ്ഞ പറമ്പിൽ ഒളിച്ചിരിക്കുകയായിരുന്നു പോലീസ്. വിവരം ലഭിച്ച് അവിടേക്ക് എത്തി ഓടിച്ചിട്ടാണ് ഈ വിഷ്ണുവിനെ പിടികൂടിയത്. എന്തായാലും വിഷ്ണുവിനെ ഉടൻ ഇപ്പോൾ പുതുക്കാട് സ്റ്റേഷനിലേക്ക് എത്തിക്കും. തുടർ നടപടികൾ ഉണ്ടാവും, വിശദമായി ചോദ്യം ചെയ്യും. എന്ത് പ്രകോപനമാണ് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള വാക്കുതർക്കമാണ് ഉണ്ടായത്, എന്താണ് ഇത്രയും ക്രൂരമായി സ്വന്തം അനുജനെ മർദ്ദിച്ച് കൊലപ്പെടുത്താനുണ്ടായ കാരണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ആരായും. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കൊക്കെ കടക്കും. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ പ്രതിയെ പുതുക്കാട് സ്റ്റേഷനിലേക്ക് എത്തിക്കും. അല്പസമയത്തിനകം തുടർ നടപടി പ്രവർത്തനങ്ങളെല്ലാം പോലീസ് സ്വീകരിച്ചു വരികയാണ്. അതുല്യ. ശരി അനീഷ്, കള്ളുഷാപ്പിൽ വെച്ചുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. പ്രതിയായ വിഷ്ണു പിടിയിലായിരിക്കുകയാണ്.